ഹലോ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വളയിടാൻ പോവാണ്. ഇതേ കണ്ടോ, എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നതാണ് കേട്ടോ. അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയണ്ടേന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്നും നമ്മുടെ കുടുംബ പ്രശ്നമല്ലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് എന്ത് കാര്യങ്ങളില്ലേ. നമ്മളെപ്പോലുള്ളവർ, എന്നെപ്പോലെ ഈ ഏജിലുള്ളവർക്കൊക്കെ കുറേ കടമ്പകൾ കടന്ന് ഇങ്ങനെ വന്നതല്ലേ. അപ്പം നമുക്ക് എന്നും കുടുംബ പ്രശ്നത്തോട് പ്രശ്നം എന്താ പറയുക അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ആവാം, നിങ്ങളുടെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു വീട്ടിലാവാം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഞാൻ ഇന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ്, ശരിയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ കുറച്ച് ഒന്ന് രണ്ട് ആളുകളുടെ സ്വഭാവത്തെ പറ്റിയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചില കുടുംബങ്ങളിൽ ബന്ധുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തായിക്കോട്ടെ, ചേട്ടാനിയന്മാരായിക്കോട്ടെ, ചേച്ചി അനിയത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അളിയന്മാരായിക്കോട്ടെ, അങ്ങനെയുള്ളവരെ തെറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നല്ല ഒരു ബന്ധത്തോട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. നല്ല കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടെയും നല്ലൊരു മര്യാദയോടെയും പരസ്പരം നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണവരായിരിക്കും. ഇത് കാണുമ്പോൾ ചിലർക്ക് ഒരു കല്ലുകടി ഉണ്ടാവും. അപ്പം അവർക്ക് തോന്നും, ചേടാ ഇവരിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പാര വെക്കണേലോ എന്ന് കരുതി തിരി കൊളുത്താൻ വേണ്ടി ഇങ്ങനെ സന്ദർഭം നോക്കിയിരിക്കണുണ്ടാവും ചിലർ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞ ഗ്രഹപ്പിഴാന്നുള്ളൊരു സംഭവമുണ്ട്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ രണ്ട് കൂട്ടർ തമ്മിൽ എന്തെങ്കിലും ഒരു കശപിശയോ അല്ലെങ്കിൽ ചെറിയൊരു സ്വരച്ചേർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കയറി ഈ മൂന്നാമൻ വരും. എന്നിട്ടോ അവിടെ കയറി വന്ന് രണ്ട് കൂട്ടരെയും വിട്ട് രക്ഷ വരപ്പിക്കും. ഇവനെപ്പറ്റി അവിടെ പറയും, അവനെപ്പറ്റി ഇവിടെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനെ തമ്മി തല്ലി പിരിക്കും എന്നുള്ളതാണ്. എന്നിട്ടോ ഈ പറയണ മൂന്നാമൻ എങ്ങനെയാണെന്നറിയാമോ, അവനെല്ലാം തികഞ്ഞ് അവൻ്റെ സഹോദര സ്നേഹവും കുടുംബ ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നല്ല ഒത്തൊരുമയോടുകൂടി പോകും. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് ഈ പാവങ്ങൾ സത്യം പറഞ്ഞാൽ ഈ അടി കൂടണവന്മാർ അറിയില്ല എന്നുള്ളതാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കേ ഉള്ളൂ, വിവരം അത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ മൂന്നാമൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കസർത്ത്, കാരണം ചിലപ്പോൾ അവന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും. ഒരാളെങ്കിലും ഒന്ന് മാറ്റി നിർത്തി അവൻ്റെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവനൊരു നേട്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തിക്കണവരും ഉണ്ടാവും കേട്ടോ ഈ കൂട്ടത്തിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് പറയണം കേട്ടോ, അവർക്കുണ്ടായിട്ടുണ്ടെന്ന് പറയണേ. കാരണം ഇതുപോലെ ഉണ്ടോയെന്ന് അറിയണം. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് ഒരു ബോധ്യപ്പെടണ്ടേ, അതിനു വേണ്ടിയാണ്. പിന്നെ ഇങ്ങനെയുള്ളവരുണ്ടല്ലോ, ഈ പറഞ്ഞ മൂന്നാമൻ എന്ന് പറയുന്ന കക്ഷി ആരെയും വെട്ടിൽ വീഴ്ത്താൻ അവൻ്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരാൻ ഒരു കഴിവായിരിക്കും. അത് പ്രത്യേക കഴിവായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഈ കഴിവ് ഉണ്ടാവില്ല. അവൻ്റെ ആ വാക്കിലോ വർത്തമാനത്തിലോ ആൾക്കാർ വീണുപോകും. അതുപോലുള്ള വാക്കുകളായിരിക്കും വായിന്ന് വീഴുന്നത്. ഈ പറയുന്ന രണ്ടെണ്ണം കൂടി തമ്മിൽ തല്ലിയിട്ട് അവസാനം ഇതിൻ്റെ ഇടയിൽ കടന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമോ, വല്ലതും അറിയാമോ, നീ എന്തിനാടാ എന്നെ അത് പറഞ്ഞ്, ഞാൻ എന്തിനാടാ നിന്നെ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ മൂന്നാമൻ്റെ കളിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലി പിരിഞ്ഞ് എല്ലാം രണ്ട് സ്ഥലത്തേക്ക് ആയിക്കഴിഞ്ഞാൽ സന്തോഷമായി മൂന്നാമന്. ഇനി അവന് അതിലൊരാളെ എന്തായാലും ഒരാൾ അവൻ്റെ കൂടെ ആയിരിക്കും, അത് ഉറപ്പാണത്. കാരണം ഇത് എല്ലാവർക്കും ഇങ്ങനെ വരണമെന്നില്ല കേട്ടോ. ചിലവരൊക്കെ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും ഒരു 100-ൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 70% ഇങ്ങനെ മൂന്നാമൻ കാരണം വഴക്ക് കൂടിയിട്ടുള്ളവരാണ്. ഒരിക്കലും അവർ പരസ്പരം അവരൊരിക്കലും വാശിയോ വൈരാഗ്യമോ ഉള്ളവരായിരിക്കില്ല. ഈ മൂന്നാമൻ്റെ ഇടപെടൽ അവനെ അവിടെ ആ സ്ഥാനത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് അവൻ ഈ കളി കളിക്കണത്. എന്നാൽ തിരിച്ചറിയണുണ്ടോ, അതുമില്ല. തിരിച്ചറിയാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ, പിന്നെ ആ പറഞ്ഞവൻ ശത്രുവായി. അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത് മുഴുവനും അങ്ങനെയാട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കളോ നിങ്ങളുടെ അല്ലെങ്കിൽ അയൽപക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ഇങ്ങനെ രണ്ട് പേര് തമ്മിൽ എന്തെങ്കിലും പരസ്പരം ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ, അത് കൂടുതൽ വഷളായിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരാളുണ്ടാവും. അത് ഉറപ്പാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് മനസ്സിലാവും. ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് തോന്നി എങ്ങനെ ജീവിക്കും ഈ ലോകത്ത് നിന്നല്ലേ. ചിലവരങ്ങനെയല്ലേ,
എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, സത്യം പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നു ചോദിച്ചാൽ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മിതമായ രീതിയിൽ, അതായത് സംസാരമൊക്കെ ഒന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളോ കുടുംബവിശേഷങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ളവരോട് ഒന്ന് പറയാതിരുന്നാൽ മതിയാവും. ഈ ചിലവർ നമ്മൾ അമിതമായി വിശ്വസിച്ച് അവരെന്ത് പറയുകയാണെങ്കിലും നമ്മൾ കേൾക്കും, നമ്മളെന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അങ്ങനെ ചിലവർ വിശ്വാസം അങ്ങനെ നേടിയെടുക്കും. എന്നിട്ടായിരിക്കും ഈ പാര പണിയുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടാകും. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ അയാളെ പതുക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് നോക്കിയും കണ്ടൊക്കെ നിൽക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം നമുക്കറിയില്ലോ നമ്മുടെ ഗ്രഹപ്പിഴ അല്ലെങ്കിൽ നമ്മുടെ സമയദോഷം കൊണ്ട് എങ്ങനെ ഏതൊക്കെ രൂപത്തിൽ വരും, ആരുടെയൊക്കെ രൂപത്തിൽ വരും എന്നറിയില്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കണ്ടും കേട്ടും നിന്നാൽ നമുക്ക് കൊള്ളാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും